This is part 2 of module 5. Here we mainly study about balance of payments. So that is, what is balance of payments, what are the components of balance of payments, then what is balance of payments deficit, how this deficit can be corrected. One of the measure is devaluation. So what is devaluation? നമുക്ക് devaluation കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത്. So first of all, what is balance of payments? See, we know that in a country every year millions of transactions are taking place with the other countries in the world. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, മറ്റ് പലതരത്തിലുള്ള നമ്മുടെ ഇൻകം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, നമ്മൾ പുറത്തു നിന്ന് കടം വാങ്ങിയാൽ അതിനുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നു. സോ ദർ ആർ സോ മെനി ട്രാൻസാക്ഷൻസ്, മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തെടുക്കുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. So balance of payments is a systematic record of all economic transactions of a nation with the rest of the world for a specific period of time. അപ്പോൾ ഒരു രാജ്യം, റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒഴികെ ബാക്കിയുള്ളതെല്ലാമാണ് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. സോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ്. ഈ ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം, ഈ എക്കണോമിക് ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം കൂടെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, ദിസ് സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ 1 year. ഒരു വർഷത്തേക്കാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ വി കനോട്ട് ലിസ്റ്റ് ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ സെപ്പറേറ്റ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ആഗ്രിഗേറ്റിംഗ് ഇറ്റ്. നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എന്താണെന്ന് പറയുന്നു, അതിൻ്റെ ഒരു സമ്മറി ഉണ്ടാക്കുന്നു. സോ ആസ് എ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആഗ്രിഗേറ്റ് ഓൾ ദിസ് ട്രാൻസാക്ഷൻസ് അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. പല രീതിയിലായിരിക്കാം ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. എക്സ്പോർട്ട് ഉണ്ടാകാം, ഇമ്പോർട്ട് ഉണ്ടാകാം, പുറത്ത് ജോലി ചെയ്യുന്നവർ പണം ഇങ്ങോട്ട് അയക്കുന്നതാവാം, അങ്ങനെ പലതരത്തിലുള്ള പേയ്മെൻറ്റ്സ് ഉണ്ട്. സോ ദിസ് വി ആർ സമ്മറൈസിങ് അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഹെഡിൽ വരും. ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി those transactions which are involved in the exporting and importing of visible items. എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിൽ വിസിബിൾ ഐറ്റംസ്, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസാക്ഷൻസ്, അത് മാത്രമേ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ദാറ്റ് ഓൺലി വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ബാലൻസ് ഓഫ് ട്രേഡ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻവിസിബിൾ ഐറ്റംസ് സച്ച് എസ് വേരിയസ് കൈൻഡ്സ് ഓഫ് സർവീസസ്. നമ്മൾ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് മാത്രമല്ല, പലതരത്തിലുള്ള സർവീസസ്. ഫോർ എക്സാമ്പിൾ, ദി സർവീസ് ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്, ഇറ്റ് വിൽ ബി യൂസ്ഡ് ബൈ സം അതർ കൺട്രീസ്. അപ്പോൾ അതൊരു ഷിപ്പിംഗ് സർവീസാണ്. നമ്മളുടെ ബാങ്കുകളുടെ സർവീസ് മറ്റ് രാജ്യങ്ങളിലുള്ളവർ ഉപയോഗിക്കുന്നുണ്ടാവാം, ഇൻഷുറൻസ് കമ്പനീസ്. അപ്പോൾ ഇതെല്ലാം സർവീസസ് ആണ്. ഈ സർവീസസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒന്നും ബാലൻസ് ഓഫ് ട്രേഡിൽ വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ ഇൻട്രസ്റ്റ് ഈസ് ഗോയിങ് ഫ്രം ഇന്ത്യ ടു എബ്രോഡ്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോവാണ്. അതുപോലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് പുറത്തു നിന്ന് കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്നു. സോ പ്രോഫിറ്റ് ഓർ ഡിവിഡൻഡ് ഈസ് കമ്മിങ് ടു ഇന്ത്യ. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ബാലൻസ് ഓഫ് ട്രേഡിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. ഓൺ ദി അതർ ഹാൻഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡ്സ് ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഐറ്റംസ്. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്, അല്ലെങ്കിൽ വിസിബിൾ ഐറ്റംസ് ഉണ്ട്, ഇൻവിസിബിൾ ഐറ്റംസ് ഉണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ. ബാലൻസ് ഓഫ് ട്രേഡിൽ നമ്മൾ
ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രമേ, അതിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. Next is an important topic, that is components of balance of payments. Mainly, the international transactions are classified under 4 heads. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 4 ഹെഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാമത്തേത് കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് അസറ്റ്സ് അക്കൗണ്ട്. ഇത് ഇത്രയുമാണ് 4 തരത്തിലുള്ള ഈ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ 2 ഐറ്റംസ് ആണ് മെയിനായിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 2 മേജർ ഐറ്റംസ്. വൺ ഈസ് മെർക്കൻഡൈസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. മെർക്കൻഡൈസ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വിസിബിൾ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓൺ വിസിബിൾ ഐറ്റംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗുഡ്സ് ആണ്, ഗുഡ്സിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും. ദാറ്റ് ഈസ് മെർക്കൻഡൈസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ദെൻ ഇൻവിസിബിൾ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഇൻവിസിബിൾ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് സർവീസസ് ആകാം. ഇനി അത് മാത്രമല്ല, ഈ ഇപ്പോൾ പുറത്തേക്കുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പുറത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ്, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ എന്തിൽ വരും? ഈ പറഞ്ഞ കറണ്ട് അക്കൗണ്ടിൽ വരും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നതിൽ ഗുഡ്സിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ ഗുഡ്സിലുള്ള ട്രാൻസാക്ഷൻസ് വരും, ഇൻവിസിബിൾ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, നമ്മളീ പറഞ്ഞ സർവീസസിലുള്ള ട്രാൻസാക്ഷൻസ് വരും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ഡിവിഡൻറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കറണ്ട് അക്കൗണ്ടിൽ തന്നെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തേതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്. ഈ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ലോണുമാണ് മെയിനായിട്ടും ഉള്ളത്. അതായത് ഇപ്പം പുറത്തുള്ള ഒരു രാജ്യം നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഫോർ എക്സാമ്പിൾ, എ ഫോറിൻ കൺട്രി ഇൻവെസ്റ്റ് ദെയർ മണി ഇൻ ഇന്ത്യ, ഓർ ദേ ആർ പർച്ചേസിങ് ദി ഷെയർസ് ഫ്രം ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങുന്നു. അപ്പോൾ അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോസ് ആണ് മെയിനായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉള്ളത്. ഇനി അല്ലെങ്കിൽ ലോൺസ് ആൻഡ് ബോറോയിങ്സ്. ഇപ്പോൾ പലതരത്തിലുള്ള ലോൺസ് നമ്മുടെ ഈ ബിറ്റ്വീൻ കൺട്രീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യൻ ഫേംസ്, ദേ മേ ബോറോ മണി ഫ്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേ ടേക്ക് ലോൺസ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇപ്പം നമ്മൾ ലോണിൻ്റെ കേസ് പറഞ്ഞു. ലോണിൻ്റെ കേസിൽ ആ ലോൺ എമൗണ്ട് ദാറ്റ് വിൽ കം അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. പക്ഷേ നമ്മൾ ലോൺ എടുത്താൽ, സപ്പോസ് വി ആർ ടേക്കിംഗ് എ ലോൺ ഫ്രം എ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ വി ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. ദാറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഈസ് കമ്മിങ് അണ്ടർ കറണ്ട് അക്കൗണ്ട്. അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കറണ്ട് അക്കൗണ്ടിൽ വരും, ലോൺ എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളിപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു ഫോറിനേഴ്സ്. ആ എമൗണ്ട്, the amount which is invested in shares, that will come under capital account. But when they get dividend, that will come under current account. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ഡിവിഡൻറ്റും ഒക്കെ കറണ്ട് അക്കൗണ്ടിൽ വരും. ലോണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അക്കൗണ്ട്. യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ്? ഇത് വി ഹാവ് സ്റ്റഡീഡ് ഇൻ നാഷണൽ ഇൻകം. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, വാട്ട് ഈസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്താണെന്ന് ഇവിടെ പഠിച്ചിട്ടുണ്ട്. യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് മീൻസ്
വൺ വേ ട്രാൻസ്ഫേഴ്സ് ഓർ വൺ സൈഡഡ് പേയ്മെൻറ്റ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, ഓൾഡ് ഏജ് പെൻഷൻ, ഡൊണേഷൻസ് ടു ചാരിറ്റി. ഇതെല്ലാം ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബട്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് മേ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ കൺട്രീസ് ഓൾസോ. ഫോർ എക്സാമ്പിൾ, എ ഫോറിൻ കൺട്രി ദേ ആർ ഗിവിങ് സം ഫൈനാൻഷ്യൽ എയ്ഡ് ടു ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേ ഫൈനാൻഷ്യൽ എയ്ഡ് ശ്രീലങ്കയ്ക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് വിൽ കം അണ്ടർ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. അതേപോലെ സം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ, ദേ ആർ ഗെറ്റിംഗ് മണി ഫ്രം ഫോറിനേഴ്സ്. That is also unilateral transfers. Or the Indian citizens who are working abroad, when they send money to India, that will also come under unilateral transfers account. ഇങ്ങനെ കുറേ ഐറ്റംസ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അക്കൗണ്ടിൽ വരും. Then the last one is official reserve account. It is the foreign currencies and securities held by the government. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ സപ്പോസ് വി ആർ എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ടു US. സോ ദെൻ ദി പീപ്പിൾ ഇൻ US they will make their payment in dollars, and that dollars actually the exporter will get an equivalent amount of Indian currency. This dollar is going to our Reserve Bank. അപ്പോൾ റിസർവ് ബാങ്ക് ആണ് ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഫോറിൻ കറൻസീസ് സൂക്ഷിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ സൂക്ഷിക്കുന്ന ഈ ഫോറിൻ കറൻസീസ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി, മെയിനായിട്ടും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് റിസർവ് ബാങ്ക് ഉപയോഗിക്കുന്നത്. എപ്പോഴെങ്കിലും സപ്പോസ് വി ഹാവ് എ ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അപ്പോൾ ഈ ഡെഫിസിറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് റിസർവ് ബാങ്ക് പണം എടുക്കും, അല്ലെങ്കിൽ ഫോറിൻ കറൻസീസ് എടുക്കും. ഇപ്പം നമ്മൾ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്കത് ഇപ്പോൾ കൊടുക്കാനില്ല എന്ന് പറയാൻ പറ്റില്ല. സോ വി ഹാവ് ടു പേ. പിന്നെ അതുപോലെ ഈ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത്, സംടൈംസ് ദി വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി വിൽ ബി വെരി ലോ ഓർ ഇറ്റ് വിൽ ഡിക്രീസ്. അറ്റ് ദാറ്റ് ടൈം the Reserve Bank will to create more demand for Indian currency, the Reserve Bank will purchase Indian currency from foreign markets. ഫോറിൻ മണി മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ കറൻസി റിസർവ് ബാങ്ക് തന്നെ പർച്ചേസ് ചെയ്യും ഡോളർ കൊടുത്തിട്ട്, ജസ്റ്റ് ടു ഇൻക്രീസ് ദി ഡിമാൻഡ് ഫോർ ഇന്ത്യൻ കറൻസി. അതൊക്കെ നിങ്ങൾ ഡീവാലുവേഷൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയുമാണ് these are the four components of balance of payments: current account, capital account, unilateral transfers account and the official reserve account. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് എപ്പോഴും ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടാകും, ഡെബിറ്റ് സൈഡും ഉണ്ടാകും. വെൻ യു എക്സ്പോർട്ട്, that will come under the credit side. When you import, that will come under debit side. When capital is coming to India, that will come under credit side. When we are investing in some other countries, that transaction will come under debit side. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഒരു ഇപ്പം നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്താൽ, ഇപ്പോൾ ഈ സപ്പോസ് ഇന്ത്യ ഈസ് ഗിവിങ് സം ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ടു ശ്രീലങ്ക, that will come under debit side. But when India is getting some donations from other countries, that will come under credit side. So that also you may remember. Then balance of payments disequilibrium. മെയിൻ ആയിട്ട് നമ്മൾ ഡെഫിസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വലി ഇൻ യുവർ സിലബസ് ഈ വാട്ട് ആർ ദി കോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡെഫിസിറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഡെഫിസിറ്റ് ആൻഡ് ഡീവാലുവേഷൻ. അതിൽ മെയിനായിട്ട് നമുക്ക് ഡീവാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ ഈ കോസസ് ഒക്കെ വളരെ ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു പോവുകയുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ആർ ദി കോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം? ഈ ഡിസിക്വിലിബ്രിയം എന്ന് പറയുമ്പം ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരു സർപ്ലസ് ആകാം, ഡെഫിസിറ്റ് ആകാം. When there is a deficit, it is a problem for us. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് what are the reasons for, അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് വരുന്നു, നമുക്ക് കിട്ടുന്ന ഫോറിൻ കറൻസിയേക്കാൾ കൂടുതൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കേണ്ടി വരുന്നു. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്.
ഫസ്റ്റ് വൺ ഈസ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇക്കണോമിക് ഫാക്ടേഴ്സിൽ ഡെവലപ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം ഉണ്ട്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ. അതെന്ന് പറയുന്നത്, when a country spend huge amounts for development purpose, what happens? The income of the people will increase. ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് പണം ചിലവാക്കുമ്പോൾ ഇൻകം കൂടും ആൾക്കാരുടെ. വെൻ ദെയർ ഇൻകം ഇൻക്രീസസ് ദേ ഡിമാൻഡ് മോർ ഇമ്പോർട്ടഡ് ഐറ്റംസ്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് കൂടാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, വെൻ ദെയർ ഈസ് മോർ ഡെവലപ്മെൻറ്റ് എ കൺട്രി നീഡ്സ് മോർ എക്യുപ്മെൻറ്റ്സ്, മെഷീൻസ് ആൻഡ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഇമ്പോർട്ട് ഇറ്റ് ഫ്രം അതർ കൺട്രീസ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഇമ്പോർട്ട് കൂടും. പിന്നെ മറ്റൊന്ന് സൈക്ലിക്കൽ ഡിസിക്വിലിബ്രിയം. സൈക്ലിക്കൽ ഡിസിക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, the economic activities are always fluctuating. Sometimes there will be boom, sometimes there will be a recession or depression. ഇപ്പം ബൂം എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റിയുടെ സമയമാണ്. When there is boom, people will have very high income and so they will demand more imported goods. Again, import will increase. അതുപോലെ സെക്കുലാർ ഡിസിക്വിലിബ്രിയം എന്ന് പറയും. സെക്കുലാർ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്, in developed countries the income of the people are very high. Their income is very high and wage rate is also very high. അപ്പോൾ അവിടുത്തെ ഇൻകം കൂടുതലാണ്, വേജ് റേറ്റ് കൂടുതലാണ്. സിൻസ് ദെയർ ഇൻകം ഈസ് ഹൈ they will import more. Not only that, since wage rate is high, the cost of production will be high. ഡെവലപ്ഡ് കൺട്രീസിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ്. പക്ഷേ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് വളരെ ചിലപ്പോൾ ചീപ്പായിരിക്കും. ഇന്ത്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അത്ര വിലയുണ്ടാവില്ല. So, because of the high cost of production, again, the price in the developed countries will be high. അപ്പോൾ ഈ ഹൈ പ്രൈസ് ഒഴിവാക്കാൻ വേണ്ടി അവർ ഈ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. എനിവേ, ദാറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദെയർ ഇമ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം ഇക്കണോമിക് ഫാക്ടേഴ്സാണ്. ഇനി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ സപ്പോസ് ദർ ഇസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ എ കൺട്രി, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ അഫക്ട് ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ബൂം ചെയ്തു പോവുള്ളൂ. ഇപ്പോൾ വെൻ ദർ ഈസ് ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുമ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫോറിനേഴ്സ് ആർ ഓൾസോ ഇൻവെസ്റ്റിംഗ് ഇൻ അവർ സ്റ്റോക്ക് മാർക്കറ്റ്. സോ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ഡിസ്ഇൻവെസ്റ്റ്. എന്ന് പറഞ്ഞാൽ അവർ വാങ്ങിയ ഷെയർ എല്ലാം വിറ്റിട്ട് അവരുടെ രാജ്യത്തേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ പണം അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകും. ദാറ്റ് വിൽ ഓൾസോ ക്രിയേറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം. പിന്നെ മറ്റൊന്ന് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഫാഷൻ, ചേഞ്ച് ഇൻ ടേസ്റ്റ് ഓഫ് ദി പീപ്പിൾ എക്സെട്ര. ഇപ്പോൾ ചിലപ്പോൾ ഫാഷൻ ചേഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പം പീപ്പിൾ മേ പ്രിഫർ ഇമ്പോർട്ടഡ് ഐറ്റംസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ട് കൂടാം. സോ ദീസ് ആർ ഓൾ വേരിയസ് റീസൺസ് ഫോർ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസിക്വിലിബ്രിയം. So how we can correct the disequilibrium in balance of payment or deficit in balance of payment? അപ്പോൾ അതിൽ മെയിനായിട്ടും ഓട്ടോമാറ്റിക് കറക്ഷൻ ഉണ്ട്, ഡെലിബറേറ്റ് മെഷേഴ്സും ഉണ്ട്. എന്താണ് ഈ ഓട്ടോമാറ്റിക് കറക്ഷൻ എന്ന് പറഞ്ഞാൽ, when there is a balance of payment disequilibrium, automatically the value of Indian currency will decrease. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരു വലിയ ഡെഫിസിറ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിക്ക് ഡിമാൻഡ് ഇല്ല എന്നാണ്. സോ വെൻ ദർ ഈസ് സച്ച് എ ഡെഫിസിറ്റ്, ദി വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി ഡിക്രീസസ്. വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി കുറയുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ കുറയുന്നതിന് മുമ്പ് സപ്പോസ് നൗ $1 ഈസ് ഈക്വൽ ടു 75 Indian rupee. ബട്ട് വെൻ വാല്യൂ ഓഫ് ഇന്ത്യൻ റുപ്പി ഡിക്രീസസ്, ഈ 75 എന്നുള്ള സ്ഥാനത്ത് ഫോർ $1 the exchange rate becomes 1:80 എന്ന് പറഞ്ഞാൽ $1 ഈസ് ഈക്വൽ ടു 80 Indian rupee. ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറഞ്ഞു. ഇപ്പോൾ 80 രൂപ കൊടുത്താലേ നമുക്കൊരു ഡോളർ കിട്ടുള്ളൂ. നേരത്തെ ആണെങ്കിൽ 75 കൊടുത്താൽ മതിയായിരുന്നു. സോ വെൻ ദർ ഇസ് എ ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, ദിസ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയും. അങ്ങനെ വാല്യൂ കുറയുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കൂടും. കാരണം ബിഫോർ വെൻ $1 വാസ് ഗിവിങ്, വി വർ ഗിവിങ് ഗുഡ്സ് ഫോർ 75 rupees. ഇങ്ങനെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 80 രൂപയ്ക്കുള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കണം. സോ ദാറ്റ് വിൽ ഇൻക്രീസ് അവർ എക്സ്പോർട്ട് ആൻഡ് ഡിക്രീസ് അവർ ഇമ്പോർട്ട്. ഇമ്പോർട്ട് വളരെ കോസ്റ്റ്ലി ആകും, എക്സ്പോർട്ട് ചീപ്പറും ആകും.
അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പോർട്ട് കൂടും, ഇമ്പോർട്ട് കുറയും. അതാണ് ഓട്ടോമാറ്റിക് കറക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡെലിബറേറ്റ് മെഷേഴ്സ്. അതിൽ മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്, ട്രേഡ് മെഷേഴ്സ് ഉണ്ട്, മിസലേനിയസ് മെഷേഴ്സും ഉണ്ട്. മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുന്നത് മോണിറ്ററി കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ, ഡീവാലുവേഷൻ ആൻഡ് എക്സ്ചേഞ്ച് കൺട്രോൾ. ഈ മോണിറ്ററി കോൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. മോണിറ്ററി കോൺട്രാക്ഷൻ മീൻസ് വി ആർ ഇൻക്രീസിങ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് എക്സ്പാൻഷൻ മീൻസ് വി ആർ ഡിക്രീസിങ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ എന്ത് പറ്റും? നമ്മുടെ ഇവിടുത്തെ പ്രൈസ് കുറയും, ഓർ ഇൻഫ്ലേഷൻ വിൽ ബി കൺട്രോൾഡ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും. നമ്മളത് മോണിറ്ററി പോളിസിയിൽ പഠിച്ചിട്ടുള്ളതാണ്. when there is low prices in our country, people from foreign countries will buy more goods from our country. That means our export will increase. പിന്നെ ഡീവാലുവേഷനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത് ഉടനെ പഠിക്കാനുണ്ട്. there I will explain what is devaluation. Exchange control means sometimes the central bank or the government will keep all foreign exchange and they will control it. നമുക്കിതിനകത്തിൽ യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. സപ്പോസ് യു വാണ്ട് ടു ഗോ ഔട്ട്, നമുക്ക് ഇന്ത്യക്ക് പുറത്ത് പോകണം, സോ യു നീഡ് സം ഡോളേഴ്സ്, ദെൻ ദാറ്റ് ഷുഡ് ബി ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദാറ്റ്. ഇതൊക്കെ റിസർവ് ബാങ്കിൻ്റെയൊക്കെ പെർമിഷനൊക്കെ വാങ്ങിയേ നമുക്കപ്പം പുറത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഈ എക്സ്ചേഞ്ച് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോളാണ്. ഇപ്പം നമുക്ക് അങ്ങനെ വലിയ കൺട്രോളൊന്നുമില്ല. If you have Indian money, you can easily convert into US dollar or any other currency. You can do whatever you want. You can import goods, or if you want to go as a tourist, നമുക്ക് പുറത്ത് ടൂറിസ്റ്റ് ആയിട്ട് പോകണം, ഇതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ ഇന്ത്യൻ മണി ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യാം. പക്ഷേ എക്സ്ചേഞ്ച് കൺട്രോൾ ഉള്ള സമയത്ത് അങ്ങനെ പറ്റില്ല. ദെൻ ട്രേഡ് മെഷേഴ്സ് മീൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് ഇമ്പോർട്ട് കൺട്രോൾ. സോ ദി ഗവൺമെൻറ് ക്യാൻ ഡു വേരിയസ് തിങ്സ് ടു പ്രൊമോട്ട് അവർ എക്സ്പോർട്ട്. ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ടിന് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഓർ ഗിവ് എ സബ്സിഡി ഫോർ എക്സ്പോർട്ട്. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുക, അപ്പോൾ അതിൻ്റെ സാധനങ്ങളുടെ വില വളരെ കുറയുമ്പം ഫോറിനേഴ്സ് കൂടുതൽ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കും. ഇമ്പോർട്ട് കൺട്രോൾ ത്രൂ വേരിയസ് മെഷേഴ്സ്. ചിലപ്പോൾ ചില ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഈടാക്കാം, or there will be some import quota etc. But anyway, we will reduce the volume of import. That is import control. ഇനി മിസലേനിയസ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ the government will take various measures to encourage foreign investment. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനുള്ള മെഷേഴ്സ് എടുക്കുക, ടൂറിസം പ്രൊമോട്ട് ചെയ്യുക, so that we can attract more foreign tourists. ഫോറിൻ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നാൽ നമുക്ക് എന്താ പ്രയോജനം? they will when they tourists are coming to India, from that we will get foreign currencies. അവരുടെ രാജ്യത്തെ കറൻസി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അവരുടെ കൈവശമുള്ള പണം അതാണ്, അവരത് നമുക്ക് തന്നിട്ടാണ് ഇന്ത്യൻ കറൻസി വാങ്ങിക്കുന്നത്. സോ വി വിൽ ഗെറ്റ് മോർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. സോ ദീസ് ആർ ഓൾ വേരിയസ് മെഷേഴ്സ് ഫോർ കറക്റ്റിംഗ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡിസിക്വിലിബ്രിയം. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ഡീവാലുവേഷൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ഡീവാലുവേഷൻ? Devaluation means a deliberate reduction of the value of the domestic currency in terms of foreign currency. ഇപ്പം നമ്മൾ സ്വയം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നതല്ല നമ്മുടെ വാല്യൂ ഓഫ് ഇന്ത്യൻ കറൻസി, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയല്ല. പർപ്പസ്ഫുള്ളി എ ഗവൺമെൻറ് വിൽ ഡിക്രീസ് ദി വാല്യൂ ഓഫ് ഇറ്റ്സ് കറൻസി ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി. ഈ ഫോറിൻ കറൻസിയുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ നൗ ഇറ്റ് ഈസ് അറൗണ്ട് 80 rupees, 78 സംതിങ് ഫോർ $1. ഇപ്പം നാളെ ഗവൺമെൻറ് തീരുമാനിക്കുന്നു സപ്പോസ് $1 ഈസ് ഈക്വൽ ടു 90 Indian rupee എന്നങ്ങ് ഫിക്സ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഡീവാലുവേഷൻ. നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് നമ്മുടെ കറൻസി വാല്യൂ കുറയ്ക്കുന്നു. എന്തിനു വേണ്ടിയാണിത്? നമ്മുടെ കറൻസി വാല്യൂ കുറയ്ക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് $1 ഈസ് ഈക്വൽ ടു 90 Indian rupee, വാട്ട് വിൽ ഹാപ്പൻ വെൻ ഫോറിനേഴ്സ് ഗീവ് $1 ടു അസ്, വി ഹാവ് ടു ഗീവ് ഗുഡ്സ് ഫോർ 90 rupees.
അപ്പോൾ കൂടുതൽ ഗുഡ്സ് അവർക്ക് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യും? ദാറ്റ് വിൽ എൻകറേജ് എക്സ്പോർട്ട് കൂടും. മാത്രമല്ല ഇമ്പോർട്ട് ബിക്കംസ് കോസ്റ്റ്ലിയർ. ഇപ്പോൾ $1 സാധനം പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ദെൻ വി ഹാവ് ടു സ്പെൻഡ് 90 ഇന്ത്യൻ റുപ്പി. സോ വി വിൽ ബൈ ലെസ് ഫ്രം ഔട്ട്സൈഡ്. പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് കുറയ്ക്കും. ഇതാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഡിവാല്യൂഡ് ഇറ്റ്സ് കറൻസി മെനി ടൈംസ്, എസ്പെഷ്യലി ഡ്യൂറിങ് 1990s. 90s പല പ്രാവശ്യം നമ്മുടെ കറൻസി ഡിവാല്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഡിവാല്യൂ ചെയ്താൽ എപ്പോഴും നമ്മുടെ കറൻസി വാല്യൂ നമ്മുടെ എക്സ്പോർട്ട് കൂടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ദി സക്സസ് ഓഫ് ഡിവാലുവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ മെനി തിങ്സ്. ഒന്ന്, the success of devaluation depends on reactions of other countries. മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. If they also devalue their currency, devaluation will not be successful. ഇപ്പോൾ ഇന്ത്യൻ കറൻസി ഡിവാല്യൂ ചെയ്തു, ചൈനയും അവരുടെ കറൻസി ഡിവാല്യൂ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യക്ക് വലിയ നേട്ടം ഉണ്ടാവില്ല. Then second one, if prices in the domestic country increases at the same rate, എന്ന് പറഞ്ഞാൽ ഡിവാല്യൂ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറച്ചു, പക്ഷേ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വില കൂടിയെന്ന് വിചാരിക്കുക. നമുക്കിവിടെ ഇൻഫ്ലേഷൻ ഉണ്ടായി. സാധനങ്ങളുടെ വില കൂടിയാൽ ഡിവാലുവേഷൻ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാവില്ല. കാരണം വെൻ പ്രൈസ് ഓഫ് അവർ ഗുഡ്സ് ഇൻക്രീസസ്, ഡിവാല്യൂ ചെയ്താലും ഫോറിനേഴ്സിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്പോർട്ട് കൂടില്ല. ദെൻ ദി സക്സസ് ഓഫ് ഡിവാലുവേഷൻ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അതും നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ദെയർ ഐ വിൽ എക്സ്പ്ലെയിൻ. In spite of an increase in demand for a country's export due to devaluation, the extent of increase in exports depends on the exportable surplus or the quantity available for export. എന്ന് പറഞ്ഞാൽ, suppose we have devalued our currency, so the demand for our export increased. നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ഡിമാൻഡ് കൂടി. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാൻ ആളുണ്ട്. പക്ഷെ നമുക്ക് അത്രത്തോളം പ്രൊഡക്ഷൻ ഇല്ലെങ്കിലോ ഡിവാലുവേഷൻ വിൽ നോട്ട് ബി സക്സസ്ഫുൾ. വി ഷുഡ് ഹാവ് ഇനഫ് ഗുഡ്സ് ടു എക്സ്പോർട്ട്. ഇവിടെ ആവശ്യത്തിന് ഗുഡ്സ് അവൈലബിൾ ആയിരിക്കണം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഡിവാലുവേഷൻ. നെക്സ്റ്റ് ഈസ് ഡിവാലുവേഷൻ ആൻഡ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഈ ഇലാസ്റ്റിസിറ്റിയുടെ കേസ് ഐ ഹാവ് ഗിവൺ ഇൻ മൈ ബുക്ക് ഓൾസോ ദിസ് സം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. വളരെ സിമ്പിളാണ്, കാരണം ഓൾറെഡി നമ്മൾ ഈ ഇലാസ്റ്റിസിറ്റി പഠിച്ചതാണ്. അതിൻ്റെ ഇത് വെച്ച് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഫസ്റ്റ് വി ആർ എക്സ്പ്ലെയിനിങ് ഡിവാലുവേഷൻ ആൻഡ് എക്സ്പോർട്സ്. സി സപ്പോസ് ഫോർ അവർ ഗുഡ്സ് ദർ ഈസ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ടിന് മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഉണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കറൻസി വാല്യൂ കുറച്ചു, നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നു. ഇപ്പം നേരത്തെ നമ്മുടെ കറൻസിയുടെ വാല്യൂ P ആയിരുന്നു, അത് P1 ആയിട്ട് കുറച്ചു. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഇൻക്രീസ്ഡ് ഫ്രം E to E1. ഇപ്പോൾ ഇവിടെ ഡയഗ്രാം നോക്കിയാൽ അറിയാം. സിൻസ് ദി ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ഈസ് മോർ ഇലാസ്റ്റിക്, ഡിമാൻഡ് കർവ് കൂടുതൽ ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കറൻസി വാല്യൂ കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഇൻകം നഷ്ടപ്പെടും. കറൻസിയുടെ വാല്യൂ കുറയുന്നത് കൊണ്ട് നമുക്ക് ഫോറിൻ ഏണിങ്സ് കുറയും. ആ കുറയുന്നത് എന്ന് പറയുന്നത് P1SR ആണ്. പക്ഷേ നമ്മൾ കറൻസി വാല്യൂ കുറച്ചപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് ഏണിങ്സ് കൂടി എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി നമുക്ക് കിട്ടുന്നത് കൂടി. അതെത്രയാണ് കൂടിയത്? എത്രയാണ്? ESTE1 ആണ്. അപ്പോൾ ESTE1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ P1PRS. അതുകൊണ്ട് നമുക്ക് പറയാം വെൻ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ഈസ് മോർ ഇലാസ്റ്റിക് ദർ വിൽ ബി എ ഫേവറബിൾ ഇഫക്റ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഡെഫിസിറ്റ് കുറയും, ഡെഫിസിറ്റ് ഇല്ലാതാകുമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് എന്തായിരിക്കണം? മോർ ഇലാസ്റ്റിക് ആയിരിക്കണം.
ഇനി ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ എന്ത് പറ്റും? ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ നമ്മുടെ കറൻസി വാല്യൂ കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഫോറിൻ ഏണിങ്സ് അതിനേക്കാൾ കുറവായിരിക്കും എക്സ്പോർട്ട് കൂടുന്നത് കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. സോ ഡിവാലുവേഷൻ വിൽ നോട്ട് ബി സക്സസ്ഫുൾ. അപ്പോൾ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡാണ് നമ്മുടെ എക്സ്പോർട്ടിനെങ്കിൽ devaluation will not be successful. It will decrease export earnings. നമ്മുടെ എക്സ്പോർട്ട് ഏണിങ്സ് കുറയും, നമുക്ക് ഫോറിൻ കറൻസീസ് കിട്ടുന്നത് കുറയുകയാണ് ചെയ്യുന്നത് ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത്, ഡീവാലുവേഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് P1PRS. പക്ഷേ അഡീഷണൽ ആയിട്ട് കിട്ടിയത് ESTE1. അഡീഷണൽ ആയിട്ട് കിട്ടിയത് കുറവാണ്, നമുക്ക് വന്ന നഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് എക്സ്പോർട്ടിൽ നമുക്ക് അൺഫേവറബിൾ ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ഡിമാൻഡ് ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ. ഇനി യൂണിറ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ഇഫക്റ്റ്. ഹൗ മച്ച് ഫോറിൻ ഏണിങ്സ് വി ആർ ലൂസിങ്, ദാറ്റ് മച്ച് വി വിൽ ഗെറ്റ് അഡീഷണലി ബൈ ഇൻക്രീസിങ് അവർ എക്സ്പോർട്ട് വെൻ ദർ ഈസ് ഡീവാലുവേഷൻ. അപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ പ്രത്യേകിച്ച് ലാഭവുമില്ല നഷ്ടവുമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ യാതൊരു തരത്തിലുള്ള ഇഫക്റ്റുമില്ല. ഇനി ഡിവാലുവേഷൻ ആൻഡ് ഇമ്പോർട്ട്സ്. ഇപ്പം ഇമ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഹോം കറൻസിയുടെ ടേംസിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ ടേംസിലാണ്. സപ്പോസ് കാരണം നമ്മളിവിടെ ഡീവാല്യൂ ചെയ്തു എന്ന് വിചാരിച്ച് ഫോറിൻ മാർക്കറ്റിൽ ഗുഡ്സിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആവും, പക്ഷേ ഫോറിൻ മാർക്കറ്റിൽ പ്രൈസ് സെയിം ആയിരിക്കും. ഇന്ത്യയിൽ ഇതിൻ്റെ ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ $1 സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ വി ഹാവ് ടു ഗീവ് മോർ ഇന്ത്യൻ റുപ്പി. ഇപ്പോൾ ഡീവാലുവേഷന് മുമ്പ് $1 വാസ് 80 rupees. ആഫ്റ്റർ ഡിവാലുവേഷൻ $1 ഈസ് 90 ഇന്ത്യൻ റുപ്പി. അപ്പം $1 സാധനം മറ്റൊരു രാജ്യത്തു നിന്ന് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 90 rupees കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമ്പോർട്ട് കോസ്റ്റ്ലി ആകുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഡിവാലുവേഷൻ മുമ്പും ഡിവാലുവേഷന് ശേഷവും ദി പ്രൈസ് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ് ദാറ്റ് ഈസ് സെയിം, അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി ഇവിടെ സപ്പോസ് ദർ ഈസ് സീറോ ഇലാസ്റ്റിസിറ്റി ഓർ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? Whatever may be the price of imported items, people will buy or import the same quantity. അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഓർ സീറോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എന്ത് പറ്റും? ഇമ്പോർട്ട് കുറയുകയേയില്ല, ഇമ്പോർട്ട് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമുക്ക് ഒരു മെച്ചവും ഉണ്ടാവില്ല. ഇറ്റ് വിൽ നോട്ട് ഇംപ്രൂവ്. So as I told, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ് ഇമ്പോർട്ടിൻ്റെ ഡിമാൻഡ് എങ്കിൽ ഡിവാലുവേഷൻ വിൽ നോട്ട് ബി സക്സസ്ഫുൾ. ഇതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല, കാരണം സ്റ്റിൽ ദർ വിൽ ബി ദി സെയിം എമൗണ്ട് ഓഫ് ഇമ്പോർട്ട്സ്. ഇതൊക്കെ നമ്മൾ ഡിമാൻഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കണം. ദെൻ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ദർ വിൽ ബി സം ഇഫക്റ്റ്. ഓഫ് കോഴ്സ് ദർ വിൽ ബി എ സ്മോൾ ഡിക്രീസ് ഇൻ ഇമ്പോർട്ട്. പക്ഷെ നമുക്ക് കാര്യമായ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇമ്പോർട്ട് കുറയും, ബട്ട് ഇറ്റ് വിൽ ബി വെരി ഇൻ എ സ്മോൾ എമൗണ്ട്. ഒരു സബ്സ്റ്റാൻഷ്യലായിട്ട് നമുക്ക് ഇമ്പോർട്ട് കുറയ്ക്കാൻ സാധിക്കില്ല ലെസ് ഇലാസ്റ്റിക് ആണെങ്കിൽ. എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ ഇമ്പോർട്ട് കോസ്റ്റ്ലി ആകുമ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുന്നു? ദേ വിൽ ഇമ്പോർട്ട് ഓൾമോസ്റ്റ് ദി സെയിം ക്വാണ്ടിറ്റി. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമേ ഉണ്ടാകുന്നുള്ളൂ. ദെൻ വെൻ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ഈസ് മോർ ഇലാസ്റ്റിക്, അപ്പോൾ എന്ത് സംഭവിക്കും? ദർ വിൽ ബി എ ലാർജ് ഇമ്പാക്റ്റ് ഓൺ ഇമ്പോർട്ട്. വെൻ the import becomes costlier or the price of imports increases, the demand for import increases at a very high rate. Import വളരെയധികം കുറയും. അപ്പം ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ് if it is more elastic, there will be a favorable effect on balance of payment.
എങ്കിൽ മാത്രമേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. So these are the various possibilities for export and import when according to the elasticity of demand for export and import. This is an important topic, മാർഷൽ ലേണർ കണ്ടീഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഈ മാർഷൽ ലേണർ കണ്ടീഷൻ ഇതാണ് പറയുന്നത്: devaluation will improve the balance of payments of a country if the sum of elasticities of demand for a country's exports and its demand for imports is greater than 1. എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിനുള്ള ഡിമാൻഡ്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ ഇമ്പോർട്ടിനുള്ള ഡിമാൻഡ്, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ EX ഈസ് elasticity of demand for export, EM is elasticity of demand for import. If the sum is greater than 1, then devaluation will be successful or it will improve the balance of payment position. അപ്പോൾ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഫേവറബിൾ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട. ഈ 3 കണ്ടീഷൻസ് മാത്രം ഓർത്തിരിക്കുക. മാർഷൽ ലേണർ കണ്ടീഷൻ ഇതാണെന്ന് പറയുക. ഇഫ് EX പ്ലസ് EM, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്, ആൻഡ് പ്ലസ് ഓർ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്, ഇഫ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1, devaluation will deteriorate balance of payments. ഡിറ്റീരിയറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാകുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൂടുതൽ നമുക്ക് ഡെഫിസിറ്റ് കൂടത്തേ ഉള്ളൂ. If the sum is equal to 1, devaluation will have no effect on balance of payments. ഈ 3 കണ്ടീഷൻസ് ഓർത്തിരിക്കുക. ഒരു 3 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു നല്ല ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ് ദി മാർഷൽ ലേണർ കണ്ടീഷൻ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായി ഓർത്തിരിക്കുക. പിന്നെ ഈ ഡിവാലുവേഷനിൽ ഞാൻ ബുക്കിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും വേണമെന്നില്ല. അതുപോലത്തെ ഒരു ഒന്നാണ് ജെ കർവ് ഇഫക്റ്റ്. അതും വേണമെങ്കിൽ ഒരു 3 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാവുന്നതാണ്. ദി ജെ കർവ് ഷോസ് ദി ടൈം പാത്ത് ഓഫ് ട്രേഡ് ഫ്ലോസ് ആഫ്റ്റർ ഡിവാലുവേഷൻ. ഇറ്റ് സേസ് ദാറ്റ് ഡിവാലുവേഷൻ വിൽ ലീഡ് ടു ആൻ ഇനിഷ്യൽ ഡിറ്റീരിയറേഷൻ ഓഫ് ദി ട്രേഡ് ബാലൻസ് ആൻഡ് ദിസ് വിൽ ബി ഫോളോഡ് ബൈ എ സബ്സിക്വൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: നമ്മൾ എക്സ്പോർട്ട് കൂടാൻ വേണ്ടിയും ഇമ്പോർട്ട് കുറയാൻ വേണ്ടിയും ഡിവാലുവേഷൻ നടത്തി എന്ന് പറഞ്ഞാൽ വി വാണ്ട് ടു ഇംപ്രൂവ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ. ഡിവാലുവേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദർ വിൽ ബി എ ഡിറ്റീരിയറേഷൻ. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പൊസിഷൻ കുറച്ച് മോശമാവുകയുള്ളൂ. ബട്ട് ആഫ്റ്റർ സം ടൈംസ് ഇറ്റ് വിൽ ഇംപ്രൂവ്. ഇപ്പം നമ്മൾ ജെ എഴുതുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആദ്യം താഴേക്ക് പോയിട്ട് പിന്നെ മുകളിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് പോലെ balance of payments position initially it deteriorates or the deficit will increase, but after that there will be an improvement in balance of payments. ഇതാണ് ജെ കർവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ടൈം ലാഗ്സ് ആണ്. ടൈം ലാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ കോൺട്രാക്ട്സ് ഒക്കെ പുതുക്കണം, പുതിയ കോൺട്രാക്ട്സ് ഉണ്ടാകണം, ഇതിനൊക്കെ അല്ലെങ്കിൽ പുതിയ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാകണം. ഇതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. ആ സമയത്ത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് കുറച്ച് മോശമാകും. അതാണ് ഡിറ്റീരിയറേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പം ഇത് വീണ്ടും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഇഫക്റ്റ് ഉണ്ടാകും. അതാണ് തുടക്കത്തിൽ ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നു, പിന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് ജെയുടെ ഷേപ്പിൽ വരുന്നത്. അതുകൊണ്ട് ജെ കർവ് ഇഫക്റ്റ് എന്ന് പറയുന്നുള്ളൂ. സോ ഇൻ ദിസ് ക്ലാസ് ഐ ആം എക്സ്പ്ലെയിനിങ് ദിസ് മച്ച് ഓൺലി. ഇനി നമുക്ക് ഏകദേശം ഒരു നെക്സ്റ്റ് 1 ക്ലാസ് ഐ തിങ്ക് വി ക്യാൻ കംപ്ലീറ്റ് ദി എൻറ്റയർ സിലബസ്. സോ ഫോർ ദി ടൈം ബീയിങ് ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്, നിങ്ങളുടെ ആ കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ള കാര്യം. ഇഫ് എനിബഡി ഈസ് ഹാവിങ് എനി പ്രോബ്ലം
I will give one more class or that particular comparative cost theory. ഞാൻ ബോർഡ് ഉപയോഗിച്ച് അത് എഴുതി കുറച്ചുകൂടെ നല്ല രീതിയിൽ വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം. ഇഫ് എനിബഡി നീഡ്സ് ദാറ്റ് യു ക്യാൻ inform me. I will do that. So with that we stopping here.